bevq app install ചെയ്ത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതിന്റെ വളരെ ചെറുതും എന്നാൽ വിശദമായിട്ടൊരു വീഡിയോ ആണത്. ആദ്യം bit.ly/bevq app എന്ന് സെർച്ച് ചെയ്യുക. കാരണം പ്ലേ സ്റ്റോറിൽ നേരിട്ട് സെർച്ച് ചെയ്ത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ എന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യാൻ വരും. നമ്മൾ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര്, അതുപോലെ തന്നെ അതിന് താഴെ നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ പിൻകോഡ് എന്നിവ കൊടുക്കുക. ഈ പിൻകോഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അടുത്തുള്ള പിൻകോഡ് തന്നെ കൊടുക്കുക. ആ പരിസരത്തുള്ള ഇതാണ് നമുക്ക് ക്യൂ കിട്ടുക. അതിനുശേഷം ആക്സെപ്റ്റ് കണ്ടീഷൻസ് കൊടുത്ത് രണ്ടും ഓക്കെ കൊടുക്കുക. ആ സമയത്ത് നമുക്കൊരു OTP വരും. നിങ്ങൾക്ക് OTP വന്നോളുന്നില്ല, പേടിക്കണ്ട. എനിക്കും വന്നില്ല, കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. OTP വന്നു കഴിഞ്ഞാൽ നമ്മളിതുപോലെ OTP അടിച്ച് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പാണ്, ലിക്വറാണ് ബിയറാണ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബുക്ക് യുവർ ടൈം സ്ലോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡും ഏത് ഔട്ട്ലെറ്റിലാണുള്ളത് എന്നുള്ള നമ്പറും ഏത് സമയത്താണെന്നുള്ളൊക്കെ ഒരു വിശദമായിട്ടുള്ള വിവരം വരും. ഇത്രയാണ് നമുക്ക് ആപ്പിൽ ആകെയുള്ള കാര്യങ്ങളുള്ളൂ. ഇതിലപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നുമില്ല. പിന്നീട് നമ്മൾ ആപ്പ് എടുത്താൽ പിന്നീട് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കാണാൻ തന്നെ പറ്റുള്ളൂ. 4 ദിവസം കഴിഞ്ഞാലേ പിന്നീട് ബുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ OTPയുടെ കാര്യം ശ്രദ്ധിക്കുക. അത് എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. അത് റീട്രൈ ചെയ്താൽ തന്നെ കിട്ടുകയുള്ളൂ. OTP ഞാനൊരു 4-5 തവണ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അവസാനം വളരെ അർദ്ധരാത്രി നോക്കിയപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് OTP കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അത് സർവ്വസാധാരണമാണ്. OTP ഇല്ലാത്ത കാരണം കൊണ്ട് ഒരുപാട് പേര് 1 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ബുക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഇതിൻ്റെ കൺഫർമേഷൻ ക്യൂ ലഭിക്കുന്നതാണ്.